ഫേക്ക് ഫ്രീ പാലസ്തീൻ വീഡിയോസ് ഹാഷ്ടാഗ് ക്യാമ്പയിൻസ്. സീരിയസ്ലി ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. പാലസ്തീനെ കുറച്ച് സംസാരിക്കുന്നതും പലസ്തീനെതിരെ സംസാരിക്കുന്നതും ആക്ച്വലി ദാറ്റ്സ് ഇറ്റ്സ് എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ വന്നിട്ട് അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിം മത തീവ്രവാദിയാവും. അതിന് പ്രതികൂലമായിട്ട് അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു മത അല്ലെങ്കിൽ അന്യമത തീവ്രവാദിയായിട്ട് മാറും. അതാണ് ഇപ്പൊ ഈ പാലസ്തീന്റെ ഇഷ്യൂസിലും കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധങ്ങൾ കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും വർഷങ്ങളായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവിടുത്തെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ വരെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ, പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ യുദ്ധം കാരണം മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. അവിടുത്തെ കുട്ടികളൊക്കെ മറ്റേ ബോംബിന്റെ സൗണ്ട് കേട്ട് എക്കി എണീച്ച് തൊട്ടിൽ കിടക്കുന്ന കുട്ടികളൊക്കെ എക്കി എണീറ്റ് മരിക്കുന്ന സിറ്റുവേഷൻ വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നും ഇന്നലെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതല്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 8-9 വയസ്സ് തൊട്ട് കേൾക്കുന്ന സാധനം. എനിക്കിപ്പോ 22 വയസ്സായി. 8-9 വയസ്സ് തൊട്ട് ഞാൻ കേൾക്കുന്ന സാധനമാണ് ഈ പാലസ്തീൻ ഫ്രീ പാലസ്തീൻ ക്യാമ്പയിൻസ്, ഇഷ്യൂ പാലസ്തീനിയൻ മക്കൾ നരയിക്കുന്നു, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഞാൻ എന്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കേട്ട് വളർന്നൊരു സാധനമാണ്. ഇത് വർഷങ്ങളായിട്ട് ഒരുപാട് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ വന്നു നിന്നിട്ട് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഫ്രീ പാലസ്തീൻ, നിങ്ങൾക്കില്ലടാ 2 മക്കള്, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ച് ചപ്പ് ചവറ് കോണാത്തിലെ പിണ്ണാക്ക് എന്നൊന്നും പറഞ്ഞു വന്ന് ഇതേപോലെ വന്നു ഒരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, ഒരു ഹാഷ്ടാഗ് ഉണ്ടാക്കി ക്യാമ്പയിൻ നടത്തി എന്ന് പറഞ്ഞു. പാലസ്തീനിയൻ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ടോ ക്യാമ്പയിൻ നടത്തി എന്ന് പറഞ്ഞ് പാലസ്തീനെ ഫ്രീ ആക്കാൻ പോകുന്നില്ല, അവിടെ യുദ്ധം നിൽക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഈ പൊക്കിക്കൊണ്ട് വന്ന് പിടിച്ച് കൊണ്ടുവരുന്നതിന് ഒരേ ഒരു റീസണായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഇങ്ങനെ പൊക്കിക്കൊണ്ടൊന്ന് സാധനം കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആളാവുക. അയ്യോ അവന് ആ കുട്ടികളെ അല്ലെങ്കിൽ ആ രാജ്യത്തിനെ പറ്റി അയ്യോ ഭയങ്കര വേദന, അയ്യോ അവൻ ഭയങ്കര നല്ല നന്മമാരും, ഇങ്ങനെ ഒരു തോന്നൽ ആൾക്കാരിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക, റീച്ച് ഉണ്ടാക്കിയെടുക്കുക, അത് വിറ്റ് അവന്റെ പരിപാടി നടത്തുക. ഈ ഒരു പരിപാടിക്ക് വേണ്ടി തന്നെയാണ് ഈ സാധനം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അല്ലാതെ ആത്മാർത്ഥത കൂടി ആരും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആത്മാർത്ഥത കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ ഇങ്ങനെ സാധനം കൊണ്ടുവന്ന് ക്യാമ്പയിൻ ഇട്ടുണ്ടോ, വീഡിയോ ഇട്ടിരുന്നു, കിടന്ന് മോങ്ങിയിട്ടോ ചിലച്ചിട്ടോ കൊട്ടി ഘോഷിച്ചിട്ടോ ആഘോഷിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളീ കിടന്ന് അലച്ചെന്നും പറഞ്ഞ് പാലസ്തീൻ ഒരിക്കലും ഫ്രീ ആവാൻ പോകുന്നില്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്.